ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസെന്റ് അപ്ഡേറ്റ് ചെയ്തു വന്ന കർവ് ഇവിയുടെ എംപവേർഡ് എക്സ് ഡാർക്ക് എഡിഷൻ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഇപ്പോൾ വില കുറഞ്ഞ ശേഷം 21.5 ലക്ഷം രൂപ ബഡ്ജറ്റിന് നിങ്ങൾ ഈ കാണുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. സെഗ്മെന്റിൽ കൂടുതൽ റേഞ്ച് തരുന്ന ഒരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം, ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനം എന്ന് പറയാം. കാര്യം ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് അഡാസ് ലെവൽ 2 പോലെയുള്ള ഫീച്ചേഴ്സ് വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പുതിയ കർവ് ഇവിയിലേക്ക് വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണുള്ളത്, എത്രയാണ് വേരിയന്റുകളുടെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. കർവ് ഇവിയിൽ അപ്ഡേറ്റ് വന്നപ്പോൾ ഇപ്പോൾ 3 വേരിയന്റുകളിൽ മാത്രമാണ് ലഭിക്കുന്നത്. അക്കംപ്ലിഷ്ഡ് എക്സ്, എംപവേർഡ് എക്സ്, പിന്നെ നിങ്ങൾ കാണുന്ന എംപവേർഡ് എക്സ് ഡാർക്ക് എഡിഷൻ. പ്രൈസ് ആണെങ്കിലോ 1880 തൊട്ട് 2160 വരെയാണ് പ്രൈസ് റേഞ്ചും വരുന്നത്. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ നമ്മൾ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഡാർക്ക് എഡിഷൻ ഒരു രക്ഷയില്ലാത്ത റോഡ് പ്രസൻസ് ആണ്. അപാര ലുക്കാണ് ഈ വാഹനം കാണാൻ. ഇതിപ്പോൾ ഈ വീഡിയോയിൽ എന്തോരം ക്ലിയർ ആവുണ്ടെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ റിയൽ ആയിട്ട് ഈ വാഹനം വന്ന് കാണണം. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. എസ്പെഷ്യലി ആ ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ LED ഹെഡ്ലൈറ്റും LED DRLും LED ഫോഗ് ലാമ്പൊക്കെ വരുമ്പോൾ വേറെ ലെവൽ ലുക്കാണ് ഈ വാഹനം. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിന് LED കണക്റ്റഡ് DRL കാര്യങ്ങൾ വരുന്നുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. LED ആയിട്ട് വരുന്നു. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കും. താഴെ നമുക്ക് ഫോഗ് ലൈറ്റ് കാണാം. അതിനകത്ത് കോർണറിങ് ഫംഗ്ഷനുള്ള ലൈറ്റും കൂടിയും വരുന്നുണ്ട്. ഫുൾ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിലെ താഴെ സ്ട്രിപ്പ് ലൈറ്റിൻ്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു ഡാർക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. 186 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ 360 ക്യാമറ വരുന്നുണ്ട്. ക്യാമറ ലെൻസ് കാണാം. ടാറ്റയുടെ ലോഗോ ഒരു സ്മോക്ക് ചെയ്ത രീതിയിലാണ് ഈ ഒരു വേരിയന്റിൽ വരുന്നത്. ഇപ്പോൾ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഡാഷ് ക്യാം ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. നമുക്കൊരു അഡാസ് ലെവൽ 2ന്റെ ഫീച്ചേഴ്സ് കാണാം. ഫ്രെയിംലെസ് വൈപ്പേഴ്സ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ഫ്രണ്ട് ലുക്ക്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ലെവൽ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് കർവ് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു കൂപ്പേ SUV ഡിസൈൻ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് വശങ്ങളിൽ നോക്കുമ്പോഴാണ്. വശങ്ങളിൽ നോക്കുമ്പോഴാണ് കർവ് ശരിക്കും കാണാൻ ഭംഗിയുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 18 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു EV സ്പെക് അലോയ് വീല് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഈ പോർഷൻ നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. പലരും ഇത് റിമൂവ് ചെയ്തിട്ടാണ് കാണാറ്. അപ്പോൾ കാണാൻ ഭംഗിയുള്ള ഒരു അലോയ് സർജാണ് നമുക്ക് തോന്നും. 215, 55 or 18 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലെല്ലാം നമുക്കൊരു ബ്ലാക്ക് ക്ലാഡിംഗ് ഉണ്ട്. അതും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. ഇവിടെ EV എന്ന് പറഞ്ഞ ബാഡ്ജിങ് വരെ ബ്ലാക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഡാർക്ക് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. 360 ക്യാമറ വരുന്നുണ്ട്. ക്യാമറ കാണാനായിട്ട് പറ്റും. ഫ്രഷ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ്. അതിനകത്തൊരു ലൈറ്റ് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. റിക്വസ്റ്റ് സെൻസർ കാണാം. പ്ലെയിൻ ഗ്ലാസുകളാണ്. നമുക്കൊരു പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. നമുക്ക് B പില്ലറും C പില്ലറും എല്ലാം, C പില്ലർ എന്ന് പറയാൻ പറ്റില്ല, കാര്യം ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന ഒരു ഡിസൈനാണ്. ഇവിടെയെല്ലാം നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ വേറൊരു വാഹനത്തിലും കാണാത്ത ഒരു ഡിസൈൻ തന്നെ പറയാം. ആ ഒരു ഒഴുകിയിറങ്ങുന്ന റൂഫ് എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും, അല്ലെങ്കിൽ ബൂട്ടിനോട് ചേർന്ന് നിൽക്കുന്ന റൂഫ് കാര്യങ്ങൾ. ഇതാണ് ആ ഒരു SUV കൂപ്പേ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിലെ ആ സ്പോയിലർ ഒരു കാർബൺ ഫൈബർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തേക്ക് വരുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുക. ഒരു സ്പോർട്ടി ലുക്ക് തട്ടാനായിട്ട് അത് ശരിക്കും സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ബാക്കിൽ ഡീഫോഗറുള്ള ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റിക്കർ കാണാം. സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ്, അഡൾട്ട് സേഫ്റ്റിക്കും ചൈൽഡ് സേഫ്റ്റിക്കും 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. നടുക്ക് അതിനകത്ത് ടാറ്റയുടെ ലോഗോ കാണാനായിട്ട് പറ്റും. അതിന് താഴെയാണ് റിവേഴ്സ് ക്യാമറ വരുന്നത്. കർവ് EV എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാനായിട്ട് പറ്റും. ഈ ഒരു പോർഷനിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്റ്റോപ്പ് ലൈറ്റ് ഇവിടെ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സും അവിടെ തന്നെ ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ്. റിവേഴ്സ് ലൈറ്റ് ഇവിടെ ആ റിഫ്ലക്റ്റിനോട് ചേർന്നാണ് വരുന്നത്. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് ഫ്രണ്ടിൽ കണ്ട പോലെ സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്. ആ പോർഷനും ക്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓട്ടോ ടെയിൽ ഗേറ്റിൻ്റെ ഓപ്ഷൻ നമുക്കിതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 500 ലിറ്ററിൻ്റെ വലിപ്പമുള്ള വലിയ ബൂട്ടുകളാണ്. അതിനകത്തൊരു പാഴ്സൽ ട്രേ കാര്യങ്ങളും വരുന്നുണ്ട്. സീറ്റ് 60-40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ബാക്കിൽ ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. ചാർജിങ് കേബിളും ഒരു സംഭവങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടെയിൽ ഗേറ്റ് ഇപ്പോൾ നമുക്ക് ഓട്ടോ ടെയിൽ ഗേറ്റ് ആക്കിയിട്ടുണ്ട്. അതൊരു പ്രധാന മാറ്റമാണെന്ന് പറയാം. അകത്തു നിന്നും നമുക്കത് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞോളം ഇതിൻ്റെ ഫ്ലഷ് ടു ഓപ്പൺ ആണ്. ഡോർ ഹാൻഡിൽസ്, റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഫുൾ ബ്ലാക്ക് ആണ്. വേറെ യാതൊരു കളറും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു
ബ്ലാക്ക് ഫിനിഷ് തന്നെ കാണാം. ഇവിടെ എല്ലാം ഒരു ലെതറിഡ് സോഫ്റ്റ് ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. 4 പവർ വിൻഡോൻ്റെ കൺട്രോൾ. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അകത്തെ ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. JBLൻ്റെ സൗണ്ട് സിസ്റ്റം ആണ് ടോപ്പ് എൻഡിൽ വരുന്നത്. അതിൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കാണാം. ട്യൂട്ടേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു. റിഫ്ലക്ടേഴ്സും അവിടെ വരുന്നുണ്ട്. ലെതറിഡ് വെന്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ വെന്റിലേഷൻ്റെ ഒരു ബട്ടൺ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. അത് ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയെല്ലാം നമുക്കൊരു കാർബൺ ഫൈബർ ടച്ച് കാണാനായിട്ട് പറ്റും. അതും ഒരു ബ്ലാക്ക് ഇൻസൈഡിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെയെല്ലാം നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും വരുന്നുണ്ട്. കർവ് ഡാർക്ക് എഡിഷൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ലെവൽ ഇൻറ്റീരിയർ എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ടാറ്റ വാഹനങ്ങളുടെ ഡാർക്ക് എഡിഷൻ്റെ ഇൻറ്റീരിയർ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അത് ലെതർ റാപ്ഡായിട്ട് കൊടുത്തിരിക്കുന്നു. താഴത്തെ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഇൻസൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നു. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ലൈറ്റായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. നമുക്കൊരു സിംഗിൾ ഹാൻഡിൽ തന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിന് താഴെ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് അല്ല റീജനറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പാഡൽ ഷിഫ്റ്റേഴ്സ് പോലുള്ളത് കൊടുത്തിരിക്കുന്നു. ഓട്ടോ വൈപ്പർ ആൻഡ് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഫീച്ചർ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ വശത്ത് കോർണറിലായിട്ടാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എല്ലാ ഇൻഫർമേഷനും വരുന്നുണ്ട്. ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നത് 444 ഞാൻ ഈ വാഹനം എടുക്കുന്ന സമയത്ത് കറക്റ്റ് 500 കിലോമീറ്റർ അതിനകത്ത് റേഞ്ച് കാണിച്ചിരുന്നത് 100% ചാർജിൽ. ഇപ്പോൾ ഈ വാഹനം ഓൺ ചെയ്തിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴാണ് ആ ഒരു റേഞ്ച് അതിനകത്ത് കാണിക്കുന്നത്. എന്താണെങ്കിലും അത് ഫുള്ളി റീഡബിൾ ആയിട്ടുള്ളൊരു യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. CT ഈക്കോ വരുമ്പോൾ 457 പിന്നെ നമുക്ക് വരുന്ന സ്പോട്ടാണ് 421 അപ്പോൾ റേഞ്ച് കാണിക്കുന്നത്. മറ്റെല്ലാ ഇൻഫർമേഷനും ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇത് 10.1 ഇഞ്ചിൻ്റെ സ്ക്രീനായിട്ടാണ് വരുന്നത്. 10.25 ഇഞ്ചിൻ്റെ സ്ക്രീനതിനകത്ത് നാവിഗേഷൻ, ഡ്രൈവർ അസിസ്റ്റ്, ADAS, TPMS, പിന്നെ എമർജൻസി അലേർട്ട്, അങ്ങനെ നമ്മുടെ മീഡിയയുടെ കൺട്രോൾസ്, അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അതിനകത്ത് ലഭിക്കുന്നുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 12.25 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ടാറ്റയുടെ ഒരു എല്ലാ വാഹനങ്ങളും കാണുന്ന സ്ക്രീനാണ്. ഇപ്പോൾ അതിനകത്ത് നമ്മളുടെ ആപ്സ് പോലെയുള്ള കൺട്രോൾസിൻ്റെ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. 360 ക്യാമറ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ളൊരു 360 ക്യാമറ എന്ന് പറയേണ്ടി വരും. അത് HD ക്ലാരിറ്റിയിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പാർക്ക് അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തപ്പിയെടുക്കലാണ് പാട്. ഇതിനകത്ത് ഇവിടെ ഉണ്ടാവും. ഓക്കെ, 360 ക്യാമറ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നല്ല അൾട്രാ HD എന്ന് തന്നെ പറയേണ്ടി വരും. 3D വ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് അത് കാണാനായിട്ട്. പിന്നെ ഫ്രണ്ട് ബാക്കിലെ ക്യാമറ, അങ്ങനെ എല്ലാം ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. 4 സ്പീക്കറും 4 ട്യൂട്ടറും ഒരു സബ് വൂഫറോടും കൂടിയ JBLൻ്റെ സൗണ്ട് സിസ്റ്റമാണ് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത മ്യൂസിക് ക്ലാരിറ്റിയാണ്. അതുപോലെ തന്നെ AC ടെമ്പറേച്ചർ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്താണ്. ഇപ്പോൾ AC ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിനകത്ത് കൺട്രോൾസ് വരുന്നത് കാണാം. അപ്പോൾ ഫുള്ള് നമുക്ക് കൺട്രോൾ ലഭിക്കുന്നത് ഈ ഒരു സ്ക്രീനിൽ തന്നെയാണ്. ഇതിനകത്ത് വീഡിയോ വരെ നമുക്ക് USB കണക്ട് ചെയ്ത് പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു സിൽവർ ലൈൻ കൊടുത്തിരിക്കുന്നു. ഈ വാഹനത്തിൽ വേറൊരു കളർ ടോൺ എന്ന് പറയാൻ പാകത്തിനുള്ളത് ഈ ഒരു ലൈൻ മാത്രമാണ്. അതിന് താഴെ ആംബിയൻ ലൈറ്റിങ്ങും ഇതിനകത്ത് വരുന്നുണ്ട്. AC വെൻസിനകത്തെല്ലാം നമുക്കൊരു സിൽവർ ടച്ച് കാണാം. താഴെ ഇവിടെ എല്ലാം ഒരു സോഫ്റ്റ് ടച്ച് ആണ്, പക്ഷേ പ്ലാസ്റ്റിക് സോഫ്റ്റ് ടച്ച് പോലെയുള്ള സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കാർബൺ ഫൈബർ ഫിനിഷാണ് ഈ സെൻറ്റർ പോർഷനിൽ വരുന്നത്. അതിന് താഴെ ആ ഒരു ടച്ച് യൂണിറ്റ് കാണാം. അതിനകത്ത് നമ്മളുടെ ബാക്കിലെ ഡീഫോഗർ, ഹിൽ ഡിസൻ കൺട്രോൾ, നമ്മുടെ ഹസാർഡ് ലൈറ്റ്, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ലോക്ക് ആൻഡ് അൺലോക്ക്, 360 വ്യൂ, പിന്നെ AC കൺട്രോൾസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് ഇവിടെ നമുക്ക് ഇത് നമ്മളുടെ 360 ക്യാമറ എക്സ്ട്രാ ചെയ്തിരിക്കുന്നത്, നമ്മളുടെ ഡാഷ് ക്യാം എക്സ്ട്രാ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു കണക്ടിവിറ്റിയാണ്. ഇവിടെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കാണാം. 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നു. നമ്മളുടെ ഗിയർ സെലക്ടർ കാണാനായിട്ട് പറ്റും. അതിനോട് താഴെ നമ്മളുടെ ഡ്രൈവ് മോഡുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു നോബ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് പാർക്ക് ബ്രേക്ക് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷണലായിട്ടുള്ള കീ ആണ്. ഫോളോ മൈ ഹെഡ് ലാമ്പിൻ്റെ ഓപ്ഷനും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വയർലെസ് ചാർജിങ് പാഡ് കാണാം. സെൻറ്റർ ആംബ്രസ്റ്റ്, അതിനകത്തും സോഫ്റ്റ് ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസും അതിനകത്ത് വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നത്. ഭയങ്കര ഡാർക്കാണ്. നല്ല വെന്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ലെതർ ഫിനിഷോട് കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററോട് കൂടി കൊടുത്തിരിക്കുന്നു. ഓട്ടോ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് വരുന്നത്. പിന്നെ നമുക്ക് ഒരു പനോറമിക് സൺറൂഫും കാണാനായിട്ട് പറ്റും. അത്യാവശ്യം വലിപ്പമുള്ള വലിയ സൺറൂഫുകളാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഗ്ലോ ബോക്സ് ആണ്. അത് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ്. സോഫ്റ്റ് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കൂൾ ഡൗൺ ലൈറ്റ് ഫീച്ചറോട് കൂടിയ നല്ല സൈസായിട്ടുള്ള വലിയ ഗ്ലോ ബോക്സുകൾ
കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കർവ് EV എംപവേർഡ് എക്സ് ഡാർക്ക് എഡിഷൻ്റെ ഇൻറ്റീരിയർ. ഒരു രക്ഷയില്ലാത്ത വാഹനം എന്ന് പറയാം. നല്ല രസമാണ് ഈ വാഹനത്തിൽ കയറി ഇരിക്കുമ്പോഴാണെങ്കിലും ഈ വാഹനം അകത്ത് കയറുമ്പോഴാണെങ്കിലും നമുക്കൊരു പ്രീമിയം ഫീല് ലഭിക്കുന്നുണ്ട്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഫ്ലഷ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ്. ബാക്കിലേക്ക് നമുക്കൊരു സൺ ബ്ലൈൻഡ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. ഇവിടെ സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. JBLൻ്റെ സ്പീക്കർ, അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് ചെറുതായി പോയോ എന്നെനിക്കൊരു സംശയം ഇല്ലാതെ ഇല്ല. പിന്നെ ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 45 വാട്ട്സിൻ്റെ ടൈപ്പ് C ചാർജിങ് ബോട്ടുകളും കാണാം. സെൻറ്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 60-40 സ്പ്ലിറ്റ് സീറ്റാണ്. ബാക്കിലെ സീറ്റിലും വെന്റിലേഷൻ വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എയർ കാര്യങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാര്യം ലെതർ വെന്റിലേഷൻ്റെ സെയിം ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. കാലെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ടിരിക്കാനായിട്ട് പറ്റും. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. ഫ്ലോർ കുറച്ച് ഉയർന്നാണ് നിൽക്കുന്നത്. അതിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് നമുക്കിവിടെ ഫീൽ ചെയ്യും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. സൺറൂഫ് ഉണ്ട്. അതിൻ്റെ ഓപ്പണിംഗ് ഇവിടെ വരെ വരുന്നുള്ളൂ. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ടിരിക്കാനുള്ള സ്പേസ് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. കുറച്ചൊരു ഡാർക്ക് ഇൻറ്റീരിയർ ആണ്. സൺറൂഫൊക്കെ ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഓടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഒട്ടും ഏരിയ അല്ലാത്തൊരു ഫീല് നമുക്ക് ഇതിനകത്ത് തോന്നും. കർവ് EVയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമ്മൾ പുറത്ത് സ്റ്റിക്കറിൽ തന്നെ കണ്ടിരുന്നു. ഭാരത് NCAPൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. പിന്നെ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസൺ കൺട്രോൾ, ADAS ലെവൽ 2 പോലെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന അക്കംപ്ലിഷ്ഡ് വേരിയൻറ്റിൽ ADAS വരുന്നില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും അതിനകത്തും വരുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററി പാക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 55 കിലോ വാട്ടിൻ്റെ ഒറ്റ ബാറ്ററി പാക്കിൽ മാത്രമാണ് നമുക്ക് കർവ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് 165 HP പവറും 215 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മോട്ടോറായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. 0 to 100 ഒക്കെ 8.6 സെക്കൻഡിൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ARI സർട്ടിഫൈ ചെയ്തിരിക്കുന്ന റേഞ്ച് 605 ആണ്. റിയൽ ലൈഫിൽ ഇപ്പോൾ ഈ ഷോറൂമിൽ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് പ്രകാരം ഒരു 440-നും 500-ന് താഴെ വരെയൊക്കെ റേഞ്ച് ലഭിക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഡ്രൈവിംഗ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ മിനിമം 450-നടുത്ത് കിട്ടുന്നതാണ് ഇവരെല്ലാവരും പറയുന്നത്. ഉപയോഗിക്കുന്ന എല്ലാവരുടെയും ഫീഡ്ബാക്ക് 450-നടുത്ത് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ നമ്മളുടെ പുതിയ Vitara ആയിട്ടോ നമ്മളുടെ വിൻസറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും കൂടുതൽ റേഞ്ച് കിട്ടുന്നൊരു വാഹനമായിട്ട് നമ്മുടെ കർവ് EVനെ പറയാം. പിന്നെ അങ്ങനെ ചവിട്ടിപ്പൊളിച്ച് ഫുള്ള് ത്രോട്ടൊക്കെ കൊടുത്ത് ഓടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 400-410 ആയിരിക്കും കിട്ടുള്ളൂ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ കുറച്ച് വീഡിയോസ് ഇത് കാണാൻ വരുന്നതിന് മുമ്പ് നോക്കിയിരുന്നു. അവിടെയും കാണിക്കുന്ന റേഞ്ച് ഒരു 420-ന് മുകളിലേക്കുള്ള റേഞ്ചാണ് എല്ലാവർക്കും കിട്ടുന്നതായിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററി വാറൻറ്റി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓണർക്ക്, അതായത് ആദ്യമായിട്ട് മേടിക്കുന്ന ആൾക്ക് അൺലിമിറ്റഡ് വാറൻറ്റിയാണ് ബാറ്ററിക്ക് കൊടുത്തിരിക്കുന്നത്. മോട്ടറിന് 8 കൊല്ലം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററിൻ്റെ വാറൻറ്റിയും വാഹനത്തിന് 3 കൊല്ലത്തെ വാറൻറ്റിയുമാണ് വരുന്നത്. അത് 1,25,000 കിലോമീറ്ററിൽ ലിമിറ്റ് ചെയ്തിരിക്കുന്നു. അതല്ല, നിങ്ങളൊരു സെക്കൻഡ് ഓണറാണ് എങ്കിൽ നിങ്ങൾക്ക് 8 കൊല്ലം അല്ലെങ്കിൽ 1,65,000 കിലോമീറ്ററാണ് ഈ വാഹനത്തിന് വാറൻറ്റി ലഭിക്കുക. പിന്നെ ചാർജിങ് നോക്കുകയാണെങ്കിൽ നമ്മൾ 70 കിലോ വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരെ ഇപ്പോൾ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ആ 70 കിലോ വാട്ട് നമുക്ക് ഫുൾ ഫോഴ്സിൽ ചാർജ് ചെയ്യാൻ പറ്റുകയാണ് എങ്കിൽ 10 to 80% ഒരു 40 മിനിറ്റ്സ് കൊണ്ടൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതല്ല, വീട്ടിലെ 7.2 കിലോ വാട്ടിൻ്റെ ചാർജറൊക്കെ ആയിട്ടാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് എങ്കിൽ ഒരു 7.6 മണിക്കൂർ, അതായത് 8 മണിക്കൂറിന് താഴെ സമയം കൊണ്ട് ഫുൾ ചാർജ് ആവും. അതല്ല, വീട്ടിലെ നോർമൽ പ്ലഗിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ 21 മണിക്കൂറൊക്കെയാണ് ഇത് ഫുള്ള് ചാർജ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ വീട്ടിലെ നോർമൽ പ്ലഗ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 50% ഒക്കെ ചാർജ് ഒരു 12 മണിക്കൂറിൻ്റെ കയറുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ പ്രൈസിൽ ഒരു പ്രധാന ചേഞ്ച് വന്നിരിക്കുന്നത് പഴയ കർവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3 ലക്ഷം രൂപയുടെ കുറവാണ് അപ്ഡേറ്റ് വന്നപ്പോൾ വന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളുടെ ഗവൺമെൻറ് ഏകദേശം 3% ടാക്സ് കുറച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടി വരുമ്പോൾ ഇതിന് ഏകദേശം ഒരു 50,000 രൂപ ഈ പ്രൈസിൽ നിന്നും കുറയും. ഇപ്പം ഞാൻ പറയുന്ന പ്രൈസിൽ നിന്ന് ഏകദേശം ഒരു 40,000-50,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആ പ്രൈസ് അപ്ഡേറ്റ് വന്നിട്ടില്ല. മേ ബി നെക്സ്റ്റ് മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്കും സൈറ്റിൽ അത് അപ്ഡേറ്റ് ആവുമായിരിക്കാം. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇത് കൂടാണ്ട് ഇതിന് ഓഫർ കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു എക്സ്ചേഞ്ച് ബോണസായിട്ട് 30,000 രൂപ വരുന്നുണ്ട്. കോർപ്പറേറ്റ് ഓഫർ 15,000 രൂപ വരെ വരുന്നുണ്ട്. അപ്പോൾ 45,000 രൂപ സ്ട്രേറ്റ് അവേ ഓഫറും വരുന്നുണ്ട്. പിന്നെ ഇൻഷുറൻസിൽ നിന്ന് ഒരു 20-25,000 രൂപയുടെയൊക്കെ ഡിസ്കൗണ്ട്, അല്ല 15-20,000 രൂപയുടെ ഡിസ്കൗണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു 50,000 രൂപയുടെ അടുത്ത ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അക്കംപ്ലിഷ്ഡ് എക്സ് അതാണ് ബേസ് വേരിയൻ്റ് ആയിട്ട് വരുന്നത്. ആ വാഹനത്തിന്
18,80,000 രൂപയ്ക്ക് ഇപ്പോൾ ഓൺ റോഡ് ഇറക്കാം. പിന്നെ നിങ്ങൾ കാണുന്ന എംപവേർഡ് എക്സ് ആണ് വരുന്നത്. ഡാർക്ക് എഡിഷനുള്ള എംപവേർഡ് എക്സ് അതാണെങ്കിൽ 21,17 എംപവേർഡ് എക്സ് ഡാർക്ക് എഡിഷന് 21,60 പ്രൈസ് വരുന്നത്. അതായത് ഡാർക്കും നോർമലും തമ്മിൽ ഏകദേശം ഒരു 40,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് അവിടെയും വരുന്നുണ്ട്. ഈ ഒരു ഡാർക്ക് എഡിഷൻ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. നല്ല രസമാണ് ഈ വാഹനം കാണാൻ. ഈ വീഡിയോയിൽ നിങ്ങൾക്കത് എന്തോരം മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. റിയൽ ലൈഫിലൊന്ന് പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. റോട്ടിലാണെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള വാഹനമായിട്ട് കർവ് ഫീൽ ചെയ്യും. സൈലൻ്റായിട്ട്, അതായത് കർവിൻ്റെ അധികം ആരും വീഡിയോസ് അങ്ങനെയൊന്നും കാണുന്നില്ല. പക്ഷേ സൈലൻ്റായിട്ട് ഈ വാഹനം അത്യാവശ്യം നമ്പേഴ്സ് ഇറങ്ങുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ പെരുമ്പാവൂരാണെങ്കിൽ തന്നെ കുറേ പുതിയ കർവുകൾ ഇപ്പോൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പെരുമ്പാവൂരുള്ള ഗോകുലം മോട്ടോഴ്സിൻ്റെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. കർവ് എന്നല്ല, പുതിയ CRIV ബുക്ക് ചെയ്യാനാണെങ്കിൽ വരെ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.